എൻ്റെ പേര് വിനോദ് കുമാർ. കമ്പനിയുടെ പേര് ചെമ്പൂത്ര സ്റ്റീൽ ടെക്നോളജീസ്. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ പട്ടിക്കാട്. ഞങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മോഡുലർ കിച്ചൺ, പിന്നെ ഹോട്ടലിലേക്കുള്ള കിച്ചൺ എക്യുപ്മെൻറ്റ്സ്, ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഷീറ്റ് മെറ്റൽ വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 12 വർഷമായി. നമ്മൾ പുതിയ പുതിയ ആശയങ്ങളിലേക്കും ഇതേക്കും യോജിച്ച് ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള റിനോവേഷൻസ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. അതിനാവശ്യമുള്ള മെക്കാനിസങ്ങൾ കാര്യങ്ങൾ നമ്മൾ തേടി പിടിച്ച് പുതിയ പുതിയ മോഡലായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കും. ഇൻഡസ്ട്രിയിൽ സെലക്ട് ചെയ്യാൻ കാര്യം നമുക്ക് നമ്മുടെ ജീവിതമാർഗം തന്നെ. അപ്പൊ ഇത്തിരി നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റാവുന്നു, പിന്നെ ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യം നല്ലത് തന്നെ. ഇപ്പൊ ഇതില് ഒരുപാട് സാധ്യത കൂടി, കാരണം ഒരുപാട് റെസ്റ്റോറന്റുകൾ വരുമ്പോ അപ്പോ നമ്മള് ഈ കൈന്റെ സാറിന് കുടുംബന്റെ ആദ്യം ആവശ്യമില്ല സൈറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ റെസ്റ്റോറന്റ് നമ്മൾ ഇത് വർക്ക് ഉണ്ടാക്കിയിരിക്കുക. അവർക്കൊരു മെനു എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കും. ആ മെനു എഞ്ചിനീയറിംഗ് പ്രകാരമാണ് അവര് ഇന്ന എക്യുപ്മെന്റ്സ് വേണമെന്ന് അവരെന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ ഷെഫും ഓണർ അവരെല്ലാവരും തീരുമാനിച്ചിട്ടാണ് മെനു എഞ്ചിനീയറിംഗ് നടത്തി ഇന്ന എക്യുപ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നമ്മുടെ അടുത്തേക്ക് വരിക. അപ്പൊ ആ എക്യുപ്മെന്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കാനല്ലാതെ വേറെ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാനല്ലാതെ വേറെ ഒന്നുമില്ല. ആക്ച്വൽ മെഷർമെന്റ് വേണമെന്നുണ്ടെങ്കിൽ ആക്ച്വൽ മെഷർമെന്റ് എടുക്കും. ചിലവരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു കറക്റ്റ് മെഷർമെന്റ് എടുത്ത് തരും. ആ മെഷർമെന്റിനുള്ളത് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ ഡക്റ്റ് ഫുഡ് അങ്ങനത്തെ ഇതെല്ലാം വരുമ്പോൾ നമ്മളവിടെ ആൾക്കാർ പോയി സെറ്റ് ചെയ്യും. നമ്മളിപ്പോ ശരിക്ക് ഈ സാറ് അവിടെ കൊണ്ട് ഇൻസ്റ്റാളേഷൻ ചെയ്ത് പിന്നെ സർവീസ് അതൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് രീതി ശരിക്കും? നോർമലി നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മോഡുലർ കിച്ചൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന് മെയിൻ്റനൻസ് വേണ്ടി വരില്ല മോഡുലർ കിച്ചൺ വീടുകളിലേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും ഹിറ്റിച്ച് ഹബിലെ ബ്രാൻഡാണ്. അവർ വിത്തിൻ 3 ഡേയ്സിൽ വന്ന് അവർ അറ്റൻഡ് ചെയ്യും. എന്ത് കമ്പനിയുടെ സൈറ്റിൽ വന്ന് അവർ അറ്റൻഡ് ചെയ്യും. നമ്മളെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും ഇതിനോട് താല്പര്യപ്പെട്ട് നമുക്ക് ഇതിനൊരു അഭിരുചി വരില്ലോ, ഒരു വ്യവസായം തുടങ്ങണം, നാട്ടിൽ നിൽക്കണം എന്നുള്ളൊരു ഇതിന്റെ പുറത്താണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നല്ലൊരു പ്രൊഡക്റ്റാണ്, ആൾക്കാർക്ക് ഉപയോഗിക്കാം, ഉപകാരപ്രദമാവും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങള് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് ഹൈദരാബാദ്, സെക്കന്ദരാബാദ് വരെ ചെയ്തിട്ടുണ്ട്. അത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മോഡുലർ കിച്ചൺ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ പഴയ പോലെയല്ല, ആൾക്കാർക്ക് സമയത്തിന് നല്ല വാല്യൂ ഉണ്ട്. അപ്പോ ഒരു മോഡുലർ കിച്ചൺ എല്ലാം ഇപ്പൊ വീടുകളിലേക്കാണെങ്കിൽ ഒരു മോഡുലർ കിച്ചൺ എല്ലാം എടുത്തു കഴിഞ്ഞാൽ 5-6 വർഷത്തിനുള്ളിൽ മറ്റുള്ളൊരു വുഡൻ മെറ്റീരിയൽ ആണെങ്കിൽ ചതിൽ പിടിക്കാം, അങ്ങനത്തെ സാധ്യതകളുണ്ട്. അപ്പോൾ അത് വന്ന് റിനോവേഷൻ ടൈമിൽ ഇതെല്ലാം എടുത്ത് പുറത്തിടണം, അവരതിനു വേണ്ടിയ പണിക്കാരെ അന്വേഷിച്ചാക്കണം. അപ്പൊ അതെല്ലാം ഒഴിവാക്കാനായിട്ട് ആളുകൾ മെറ്റൽ, സ്റ്റെയിൻലെസ് സ്റ്റീല്, തുരുമ്പെടുക്കില്ല, ചതിൽ പിടിക്കില്ല, അങ്ങനത്തെ ഇതിലേക്ക് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഞങ്ങളുടെ കാറ്റഗറി ഞങ്ങളുടെ കമ്പനിയുടെ ഇത് കാണും. അതിനുശേഷം അവർ കോണ്ടാക്ട് ചെയ്യും. ഞങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകൾ കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബേൻമേരി കൗണ്ടറാണ്. അപ്പൊ ഇതില് റൈസ് വെക്കാനായിട്ടുള്ളത് 1 കറികൾ, വലിയ തരത്തിലുള്ള കറികൾ വെക്കാൻ 2, പിന്നെ 3 ചെറിയ ഡിഷസ് വെക്കാൻ 3. ഇത് ഇലക്ട്രിക്കലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അടിയിൽ നമ്മളൊരു ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കട്ട്ലറി, പ്ലേറ്റ്സ്, ബോൾസ് ഇതെല്ലാം സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് GAയിൽ പൗഡർ കോട്ട് ചെയ്തിട്ടുള്ള ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് മെക്കാനിസം ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ക്യാബിനറ്റ് ആണ്. ഇതിൽ വെക്കാം, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വിത്ത് ഗ്ലാസിന്റെ ക്രോക്കറി യൂണിറ്റ് ആണ്. ഇത് ഉള്ളില് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീല്, പിന്നെ ഗ്ലാസിന്റെ ഷെൽഫ്, ഗ്ലാസിന്റെ ഡോറ്, ക്രോക്കറി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കിച്ചണിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് ഹെറ്റിച്ചിന്റെ ബേസ് ട്യൂബോ മെക്കാനിക്സ് ആണ്. 2 ടയർ ആണ് വരുന്നത്. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് സ്റ്റോറേജ് സൗകര്യങ്ങൾ കിട്ടും. നമുക്കൊരു മിനി ഡോറ്, റെഫ്രിജറേറ്റർ പോലത്തെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇത് ഹോബിന്റെ അടിയിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇതില് ഒരു കട്ട്ലറി വരും, കട്ട്ലറി യൂണിറ്റ് കാര്യങ്ങൾ, ഒരു ഡ്രോവർ, പിന്നെ ചെറിയ
ചെറിയ തോതിലുള്ള സ്പൈസ് കാര്യങ്ങൾ പൗഡറുകൾ സൂക്ഷിക്കാനുള്ള കണ്ടെയ്നർ സൂക്ഷിക്കാനുള്ള ഡ്രോവറാണത്. ഇതിനുള്ളിൽ ഈ സ്ലോട്ട് ഉണ്ടായിരിക്കും വെക്കാനും ഇതിനൊക്കെ. ഉള്ളിൽ ഗ്രിപ്പ് മാറ്റ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഇടയിൽ ഇത്തിരി നല്ല വലുപ്പത്തിലുള്ള സ്റ്റോറേജ് ഗ്രിപ്പ് മാറ്റ് ഉണ്ടായിരിക്കും. ഇതിൽ പാത്രങ്ങൾ അല്ലെങ്കിൽ പാൻ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ഇത് ബോട്ടിൽ ബോട്ടാണ്. ഓയിൽസ് കാര്യങ്ങളെല്ലാം സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് സ്റ്റോറേജ് ചെയ്ത് കുക്കിങ്ങിനൊക്കെ സൗകര്യമാണ്. പിന്നെ ഇത് കോർണർ യൂണിറ്റ് ആണ്, യൂണിവേഴ്സൽ കോർണർ. ഇതാകുമ്പോൾ നമുക്ക് കോർണറിന്റെ ഉള്ളിലത്തെ സാധനങ്ങൾ എടുക്കാനൊക്കെ സൗകര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ മുട്ടുകുത്തി നിന്നിട്ട് അടിയിലത്തെ ക്യാബിനറ്റിൽ എടുക്കേണ്ടി വരും. ഇതൊക്കെ ആകുമ്പോൾ സൗകര്യമായിട്ട് കിട്ടും. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മോഡൽ കിച്ചൺ തന്നെയാണ്. ഇതിൽ ടോൾ യൂണിറ്റ് കൊടുത്തേക്കണം. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് സ്പൈസ് കാര്യങ്ങൾ നന്നായിട്ട് സ്റ്റോറേജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് ലിഫ്റ്റ് ബാസ്ക്കറ്റ് ആണ്. അപ്പോൾ ഇൻ കേസ് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ സൗകര്യമാണ്. ഹെവി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് വരാൻ പറ്റും. അവിടെ ലിഫ്റ്റ് വെയിറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലെല്ലാം ഇത് ഡോറ് ഡ്രോവേഴ്സ് കാര്യങ്ങളാണ്. ഇവിടെ മാജിക് കോർണർ തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ല, ഇതാകുമ്പോ ഇത്തിരിയും ആൾക്കാർക്ക് ഉപയോഗിക്കാൻ സൗകര്യമാണ്. മറ്റേതാകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഏജ് കടന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മുട്ടുമ്പോ എന്നിട്ട് വേണം അടിയിലത്തെ കോർണറിലത്തേക്ക് എടുക്കാനായിട്ട്. ഒരു ഏജ് കടന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ആണ്. കളറെല്ലാം പെയിന്റിംഗ് ആണ്. അത് PU പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയൊരു MSME യൂണിറ്റ് ആണ്. അപ്പോൾ മറ്റുള്ളൊരു എസ്റ്റാബ്ലിഷ്ഡ് ഇപ്പൊ ജിൻഡാല് അല്ലെങ്കിൽ ക്രോമാറ്റിക് അങ്ങനത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് വൈസ് നമ്മുടെ കുറവായിരിക്കും. പക്ഷെ ലുക്ക് വൈസും ക്വാളിറ്റിയിലും അവരുടെ സെയിം ക്വാളിറ്റി തന്നെ നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റും. കാരണം അവർ ഉപയോഗിക്കുന്ന അതേ മെഷീനറീസും അതേ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ക്വാളിറ്റി ഇതിലൊന്നും ഒരു കുറവ് വരില്ല. പിന്നെ സ്കിൽഡ് സ്റ്റാഫുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എന്നെ ടച്ച് ചെയ്യുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. വളരെ റെയറാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ചാൻസ് വളരെ കുറവാണ്. ഇൻ കേസ് ഇപ്പോ ഹിഞ്ചസ് സ്ലൈഡർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് വരുള്ളൂ. അത് അവര് തന്നെ അറ്റൻഡ് ചെയ്യും, കമ്പനിക്കാരൻ അറ്റൻഡ് ചെയ്യും. നമുക്ക് അത്ര റിസ്ക് വരില്ല. വിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കണം, എല്ലാവർക്കും നല്ല നിലയ്ക്ക് ഒരു സാലറി കൊടുക്കണം, കസ്റ്റമേഴ്സിന് നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മളൊരു എയിം അല്ലെങ്കിൽ വിഷൻ. കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിക്കണം, കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്താൻ പറ്റണം. നമ്മൾ ഈ കിച്ചണിലേക്ക് വരുമ്പോ ഇത് നമ്മൾ വീഡിയോയിലേക്ക് ചെയ്യുന്ന കിച്ചണല്ലേ? അതെ. ഇതിന് നമ്മള് ഫസ്റ്റ് സാധനത്തിന്റെ എങ്ങനെ ആളെ പോയി മെഷർമെന്റ് എടുത്തിട്ട് ഇതിനൊരു പ്രൈസ് ടാഗ് എങ്ങനെ സെറ്റ് ചെയ്യുക? കാരണം ഇതിൽ പല ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊരു ധാരണ കാര്യമായിട്ട് എങ്ങനെ വെക്കാൻ? അവര് ഫസ്റ്റ് നമുക്കൊരു ലേഔട്ട് വരും, വീടിന്റെ ലേഔട്ട് ഉണ്ടായിരിക്കും. ആ ലേഔട്ടിൽ കിച്ചണിൽ വെച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കും. അവർക്ക് എന്തെല്ലാം മെക്കാനിസം ആണ് വേണ്ടതെന്നുള്ളത് ചോദിക്കും. ഇപ്പോൾ കൂടുതൽ ഡ്രോവേഴ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. എല്ലാം പുൾ ഔട്ട്സ് ആണെങ്കിൽ എല്ലാം പുറത്തേക്ക് എടുക്കാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ സൗകര്യമാണ്. പിന്നെ കോർണർ യൂണിറ്റ്, ടോൾ യൂണിറ്റ്, ലിഫ്റ്റ് ബാസ്ക്കറ്റ്, ബേസ് PO അങ്ങനത്തെ ഇതൊക്കെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എന്തൊക്കെയാണ് അവർക്ക് ആവശ്യം എന്നുള്ളത് അതനുസരിച്ച് പിന്നെ കൊട്ടേഷനിലേക്ക് പോയി കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ വാങ്ങാണ് ചെയ്യാൻ അറിയാം. നമ്മള് സന്ദർശിച്ചു കേരളത്തിലെ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് എത്രത്തോളം സപ്പോർട്ടാണുള്ളത്? കേരള ഗവൺമെന്റിന്റെ നല്ല സപ്പോർട്ടും കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ഗവൺമെന്റ് സ്കീമുകളെ കുറിച്ച് നമുക്ക് ഒരു അവയർനെസ് കിട്ടില്ല. അതായത് സ്കീമുകളൊക്കെ ഒരുപാടുണ്ട്. അത് ഇൻഡസ്ട്രിയിൽ തുടങ്ങുന്ന ആൾക്കാർക്കായിട്ട് അവർക്ക് കറക്റ്റായിട്ട് ഗൈഡിങ് നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചേരില്ല. നമ്മളത് അന്വേഷിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഞങ്ങളുടെ അഡ്രസ് ചെമ്പൂത്ര സ്റ്റീൽ ടെക്നോളജീസ്, പട്ടിക്കാട്, ചാണോത്ത്, തൃശൂർ, കേരള. CST.